ഒരു ദുബായ് പെട്ടി വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. പക്ഷെ ദുബായ് പെട്ടി വന്നപ്പോൾ ഞാനുണ്ടായിരുന്നില്ല, ഞാൻ മാത്രം കണ്ടില്ല. അപ്പം ദുബായ് പെട്ടി പൊട്ടിക്കുന്നത് കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പൊട്ടിക്കാം നമുക്ക് ദുബായ് പെട്ടി. അറബി നാട്ടിൽ അകലെ എങ്ങാണ്ടിരിക്കും ബാപ്പക്കറിവായി അകമുരുകി കുരുന്നു മക്കൾക്കൊരുപാടുണ്ട് പറയാൻ. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇത് ഫേമസ് ആയിരുന്നു. ഉമ്മായും ഞാനും ദാനിച്ചാണി വീട്ടിൽ ഉള്ളു തുറന്നങ്ങ് ഉള്ളു കരിഞ്ഞങ്ങ് ഈ സ്വർഗക്കൂട്ടിൽ ഉപ്പാനെ ഓർത്തങ്ങു തേങ്ങുന്ന അറബി നാട്ടിൽ അകലെ എങ്ങാണ്ടിരിക്കും ബാപ്പക്കറിവാൻ അകമുരുകി കുരുന്നു മക്കൾക്കൊരുപാടുണ്ട് പറയാൻ. ആ പാട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. എന്തൊക്കെയായാലും ദുബായ് പെട്ടിയുടെ വീഡിയോ എല്ലാവരും ചെയ്തു, ഞാൻ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പം അങ്ങനെ നമ്മൾ മോശക്കാരിയാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ദുബായ് പെട്ടി പൊട്ടിക്കാൻ പോവാണ്. ഫോളോ മീ. അപ്പോൾ ദുബായ് പെട്ടി പൊട്ടണത് കാണാൻ നിങ്ങളും വരില്ലേ എൻ്റെ കൂടെ? വരണം. നമ്മളില്ലെങ്കിൽ പിന്നെ എന്ത് ദുബായ് പെട്ടിയല്ലേ. അപ്പം നമുക്ക് കേൾക്കാം. ഓയ് ടുണ്ടുണ്ടും ആരാത്? വിളിച്ചിരിക്കുവാണോ? ഹലോ അമ്മേ. അമ്മ ഹലോ തരമേ. കേറി വെക്കട്ടെ. ഹലോ ഹലോ ഇങ്ങോട്ടൊന്ന് വിളിച്ചു നോക്ക്. മറ്റേ ഫോണിന് അമ്പലത്തിൽ പോകുമ്പോ വാതിലടിക്കണ്ടോ അമ്മേ? വല്ലാത്ത ജാതി അഭിനയിക്കുമ്പോ ഇവർക്ക് ഈ നാച്ചുറാലിറ്റി തോന്നുന്ന വിധത്തിൽ അഭിനയിച്ചാൽ എന്താ? ആളുണ്ട് ആളുണ്ട്. അകത്ത് നിൽക്കണവരെ കാണാതിരിക്കാൻ വേണ്ടി ക്യാമറ താഴ്ത്തിയാണ് കേട്ടോ പിടിച്ചിട്ടുള്ളത്. നോട്ട് ദ പോയിന്റ്. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടേ. ബാഗ് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏത് ബാഗ് എന്ന് പോലും അറിയില്ലാത്ത ആൾക്ക് ബാഗ് കണ്ടപ്പോ തോന്നി ഇത് തന്നെ ആയിരിക്കും. ഇതാ നിങ്ങളുടെ ബാഗ് എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ പോലും എടുത്തു കൊടുക്കേണ്ട വന്നില്ല. വല്ലാത്ത ജാതി. ബാഗ് റെഡിയാക്കി ഉമ്മർത്ത് തന്നെ അവിടെ കസേരയിൽ കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെല്ല എടുത്തോണ്ട് പോരുക, അത്രേ ഉള്ളൂ. ഈ മാതിരി വിളിച്ചു കൂവി ആള് ബാത്റൂമിൽ നിന്ന് വരുത്തിച്ചിട്ട് ആ വീടിൻ്റെ അകത്തിരിക്കണ സാധനം എടുത്തു കൊടുക്കാൻ ഒരാൾ പോലും വരണ്ട വന്നില്ല. അതും ദുബായിന്ന് വന്ന പെട്ടി ബാഗേ. ആരും തെറ്റിദ്ധരിക്കരുത്, ഈ ബാഗ് എനിക്ക് നേരത്തെ കണ്ട് പരിചയമുണ്ട്, പറഞ്ഞൊപ്പിച്ചതാണെന്ന് ഇനി ആരും പറയരുത്. ചുട്ട പെട കിട്ടും. ഇനിയാണ് പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് നടക്കാൻ പോകുന്നത്. അത് ഒരു 1.5 ചടങ്ങാണ് മക്കളെ. അതാണ് നമ്മൾ കാണേണ്ടത്. പൊട്ടിക്ക് മോളെ, ഒന്ന് കാണട്ടെ. എനിക്കുള്ളതും നിങ്ങൾക്കൊക്കെ ഇല്ലാത്തതുമായിട്ടുള്ള ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരി കേട്ടോ, താങ്ക് യു.
ഓക്കെ ഓക്കെ. എന്താ വന്ന് കയറി ഫുഡ് കഴിക്കുന്നതായിരുന്നു എന്റെ ഭർത്താവ്. എനിക്കുള്ളതും നിങ്ങൾക്കൊക്കെ ഇല്ലാത്തതുമായിട്ടുള്ള ആ സാധനം ഏതാണ്? ആ സാധനം ഞങ്ങൾക്കൊക്കെ ഭർത്താക്കന്മാരുണ്ട്. ഇനി മേലാൽ അങ്ങനെ പറയരുത്. അപ്പം ഞാൻ മറുപടി തരുവേ. എനിക്കല്ല കേട്ടോ, പിള്ളേർക്ക് കൊടുത്തുവിട്ടാകുന്നു. എനിക്കെന്തുണ്ടോന്ന് അറിയില്ല. കൊടുത്തുവിടാമെന്ന് സാധനങ്ങൾ സാധനം കയ്യിലുണ്ടോ? എന്താന്ന് വെച്ചാൽ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിന്റെ താഴെ വന്ന് കമന്റ് ഇടണ്ട. പെട്ടി പൊട്ടിക്കൽ ഞാൻ തന്നെ വാങ്ങിയതാണ്. വീട്ടിൽ പോയതും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടല്ലോ. വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടേ ഇനി ആരും വന്ന് കമന്റ് ഇടണ്ട. ഞാൻ തന്നെ വാങ്ങിച്ച് ബാഗിൽ കുത്തി നിറച്ചിട്ട് വച്ചിട്ട് ഏതോ ഒരു വീട്ടിൽ കൊന്നു വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നതാണെന്ന് നിങ്ങൾ ആരും പറയരുത്. നിങ്ങൾ ആരും പറയാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? ഒരാളും അങ്ങനെ പറയാൻ നിൽക്കണ്ട. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഭർത്താവ് ഉണ്ട് 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 ഉണ്ട്. ആ ഭർത്താവ് ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? പെട്ടി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ എന്റെ കെട്ടിയോന്റെ വിചാരം ഇവര് 24 hours തിരക്കഥാകൃത്തുക്കൾ കഥയത്തിനങ്ങാൻ പോകുന്നതിന്റെ മാതിരിയാണ്. വേണ്ടി വരും. കാരണം ഒരു ദിവസം ഇവർ എത്ര തിരക്കഥയാണ് ഉണ്ടാക്കുന്നത്. ഇത് സിനിമയിൽ എഴുതാൻ പോയിരുന്നെങ്കിൽ ഇന്ന് അവാർഡ് കിട്ടിയേനെ. ബെസ്റ്റ് നടിക്കും ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് നമുക്ക് പോരായിരുന്നില്ലേ? കളഞ്ഞില്ലേ? പിന്നെ പെട്ടി കണ്ടപ്പോ കുട്ടിമാമ ഞാൻ ഞെട്ടി. മാമ ആ പിടിച്ചോ. പെട്ടി തോന്നപ്പം ബ്ലേഡാണ് നമ്മുടെ ആയുധം. ബ്ലേഡ് ഇല്ലാത്തൊരു കളിയില്ല. ബ്ലേഡ് എപ്പോഴും സ്റ്റോക്കാണ്. ബ്ലേഡ് ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുറിക്കാൻ പറ്റത്തില്ലല്ലോ. പ്രിയ എന്നെ കളിയാക്കുന്നേന്നും പറഞ്ഞും കൊണ്ട് അവിടെ കിടന്ന് കാറി പോവാൻ നിൽക്കണ്ട. ബ്ലേഡ് ഈ പൊട്ടിക്കലൊരു 1.5 പൊട്ടിക്കലാണ് കേട്ടോ. ഈ പൊട്ടിക്കൽ എങ്ങനെ സാധിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. ഈ ഇങ്ങനെ ചപ്പ് ചവറുകൾ വാരി വിതർന്ന പോലെയാണ് ഈ സാധനങ്ങളുടെ കടലാസ്. കുട്ടികളെ കൊണ്ട് പൊട്ടിച്ചൂടെ എന്നുള്ള കമന്റുകളും ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ഞാൻ തന്നെ വാങ്ങി പെട്ടിയിൽ വെച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ച സാധനമാണെന്ന് നിങ്ങൾ ആരും ഇനി പറയരുത്. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓർമ്മയിരിക്കട്ടെ. മൈൻഡ് ഇറ്റ്. ഇത് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുക്കുന്നു. ഗോപാലൻ. ഗോപാലൻ അതന്നെ, ആര് സംശയിക്കണ്ട. ഗോപാലൻ. ഈ കൊറേ മൈക്കടപ്പറും നിങ്ങൾ കാണണം. കളറും മറ്റേ 20 രൂപ നാളെ ചായക്കുള്ള പൈസയായി. എന്റെ കെട്ടിയോൻ എനിക്ക് കൊടുത്തയച്ച 20 രൂപ കണ്ടോ? കണ്ടുപിട്ടി. തന്നപ്പൊടി കൊടുത്തയച്ച ഞാൻ മണിയെന്നറിയണ്ട. അങ്ങ് ദുബായിന്ന് വന്ന പെട്ടി തുറന്നപ്പം ബോക്സ് കിട്ടി. ബോക്സിൽ 20 രൂപ. നമ്മുടെ 20 രൂപ. നമ്മുടെ ഇന്ത്യൻ 20 രൂപ. ദുബായിലൊക്കെ ഇന്ത്യൻ മണി ചബറ് പോലെ കിട്ടുമല്ലേ? എന്നാലും ആ ബോക്സിൽ 20 രൂപ വെച്ചത് ആരുടെ ബുദ്ധിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചീറ്റിപ്പോയി. ഇനി നിങ്ങൾ പറയരുത് ഞാനിത് മനഃപൂർവ്വം സാധനങ്ങൾ മേടിച്ച് പാക്ക് ചെയ്തിട്ട് ഈ പെട്ടിയിൽ കെട്ടി വെച്ചിട്ട് ആ വീട്ടിൽ വെച്ചതാണെന്ന് നിങ്ങൾ ഇനി പറഞ്ഞുണ്ടാക്കരുത്. മനസ്സിലായല്ലോ? ആരും പറയരുത് എനിക്ക് ഭർത്താവുണ്ട്, ഭർത്താവ് കൊടുത്തു വിട്ട പെട്ടിയാണ് ഞാൻ പൊട്ടിക്കുന്നത്, ഇനി ഞാൻ സാധനങ്ങൾ വാങ്ങിച്ച് പാക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടു വെച്ചു എന്ന് നിങ്ങൾ പറയരുത്. അതുകൊണ്ടാണ് എനിക്ക് ബാഗ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതെന്നും നിങ്ങൾ പറയാൻ പാടില്ല. കേട്ടല്ല? കുങ്കുമത്തിന്റെ ഇംഗ്ലീഷ് എനിക്കറിയൂല. ആരാ നോക്കുക അവിടെ വെക്കുക. എന്തുവാടി പെണ്ണിന്റെ കച്ചവടോ? സലീമോ? അവനവിടെ വിളിക്കട്ടെ. ഇവര് പെണ്ണിന്റെ കച്ചവടമാണ്. അപ്പൊ ആരോ ഇതിന്റെ ഇടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓൻ അവിടെ കിടന്ന് വിളിക്കട്ടെ എന്നാണ് പറയണത്. അപ്പൊ പെട്ടിയൊക്കെ വന്ന് പൊട്ടിക്കുമ്പോ ഓൻ വിളിക്കുന്നുണ്ട് എന്ന് നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ട്
കാണുന്ന ജനങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് ഞാൻ നടത്തുന്ന നാടകമാണെന്ന് നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ ഗൈസ്. അതാണ് ഫോൺ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാണ്ട് നാട്ടുകാരെ കേൾപ്പിക്കാണ്ട്. നാട്ടുകാരെ കേൾപ്പിച്ചത് അറിയൂലേ ആരാണെന്ന്. ഇതാണ് മെഡിമിക്സ് കേട്ട നാശം ഇവിടെ കിട്ടാനിട്ടാണോ ഈ ഇത്രയും വെയിറ്റ് സാധനങ്ങൾ? എന്തുവാടേ ദുബായിൽ ഫുൾ മെഡിമിക്സ് ആണോ കിട്ടുന്നത്? നാട്ടിൽ കിട്ടത്തില്ലേ നല്ല മെഡിമിക്സ് സോപ്പ്? ഇതൊക്കെ ദുബായിൽ നിന്ന് കൊടുത്തു വിടണോ? ഏത് പൊട്ടന്മാരാടെ ഇത് ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ടത്? ഇത് ആരുടെ പൊട്ട ബുദ്ധിയാണോ? മെഡിമിക്സ് ഒക്കെയാണോ ദുബായിൽ നിന്ന് കൊടുത്തു വിടുന്നത്? വിശ്വസിച്ചു കേട്ടോ. ഇത് ഞാൻ തന്നെ വാങ്ങിച്ചു വെച്ചിട്ട് പെട്ടിയിലാക്കി ബാഗിലാക്കി വെച്ചതാണെന്ന് ഇനി നിങ്ങൾ ആരും പറയരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ. ഞാൻ തീരുമാനിക്കും കക്കക്ക് വേണോ തത്തക്ക് വേണോ എന്നുള്ളത്. കേട്ടോ? എന്നിട്ട് പറ ഇതൊക്കെ നോക്കുകയാണെന്ന്. ഹലോ ഹലോ. അതിൻ്റെ ഇടയ്ക്ക് പല പ്രാവശ്യം കോള് വരുന്നുണ്ട്, പക്ഷെ കോൾ എടുക്കുന്നില്ല. ഇപ്പോൾ കോൾ എടുത്തു. ഹലോ ഹലോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം സംസാരിക്കുന്നില്ല. സംസാരിച്ചാൽ ഒളിയില്ലേ, അതുകൊണ്ട് സംസാരിക്കുന്നില്ല. കട്ട് ചെയ്ത് വിടുവാണ്. യെസ്, കട്ടാക്കി വിടുവാണ്. എനിക്ക് വേണ്ട മോനെ, എനിക്ക് നല്ല ആപ്പിളിന്റെ ഒറിജിനൽ സാധനം എന്റെ കയ്യിലുണ്ട്. അപ്പം ഇക്കാക്ക ഗൾഫിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെയാണ് കൊടുത്തയക്കുന്നത്, ഒരു നല്ല സാധനം കൊടുത്തയക്കുന്നില്ല. മെഡിമിക്സ് ഷോപ്പ്, ഈ 5 രൂപയുടെ പെന്ന്, ഈ സാധാരണ ലോക്കൽ ഇയർബഡ്, എന്തോന്ന് ഗൾഫ് പെട്ടിയാടെ ഇത്. ഞാൻ ഈ പെട്ടിയിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് വല്ലാണ്ട് വ്യാമോഹിച്ചു. പെട്ടി തുറന്നപ്പം ജനങ്ങൾ ഞെട്ടി. അതുകൊണ്ട് ഇത് നീ തന്നെ വിഴുങ്ങിക്കോ, എനിക്ക് വേണ്ട. നല്ല ഭാഷ, നല്ല ഭാഷാ പ്രാവീണ്യം. ഇതിൽ ചിലപ്പോ ഞങ്ങൾ അടി കൂടുന്നത് നിങ്ങൾ കാണേണ്ടി വരും. കാണേണ്ടി എന്തായാലും വരും, ഉറപ്പുള്ള കാര്യമാണ്. മാപ്പിള കൊടുത്തുവിടുന്ന സാധനം അതെനിക്കുള്ളതാണ് എന്നുള്ളത് എല്ലാവരോടുകൂടിയായിട്ട് പറയാണ്. ഏതായാലും അതിനവിടെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലല്ലോടെ. എല്ലാവരോടും കൂടി പറയാനായിട്ട് 2 പേരല്ലേ ഉള്ളൂ. അവരോട് പറഞ്ഞാൽ പോരെ. ഞാൻ തന്നെയാണ് ഇതിൽ സാധനങ്ങൾ വാങ്ങിച്ച് പാക്ക് ചെയ്തിട്ട് ദുബായ് പെട്ടി ആക്കിയെന്ന് ഇനി നിങ്ങൾ പറയരുത്. അതുകൊണ്ടാണ് നിങ്ങളോട് കൂടി എല്ലാവരോടും കൂടി പറയുന്നത്. നിങ്ങളിനി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കരുത്. മോളെ, മാപ്പിളക്ക് പെണ്ണുങ്ങൾ കഴിഞ്ഞിട്ടേ മക്കളുള്ളൂ. അത് എനിക്ക് തോന്നുന്നല്ലേ. ഇതും പോയി മോളെ. ഇനിയിപ്പം എനിക്ക് ഞാൻ ആവശ്യത്തിലത് ഇത് 2 ഉണ്ടടി. എനിക്ക് വേണ്ട, യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഇത് ബ്രൗൺ കളർ ഇവൻ എന്ത് കൊടുത്തയക്കുന്നതാ. അപ്പൊ ഇത് 2 ഉണ്ട്. ഇത് ഞാൻ 450 രൂപ കൊടുത്ത് ഈ അടുത്ത ദിവസം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാട്ടോ, ഇത് വേറെ. ഇത് ദുബായിന്ന് വന്നത്. ഞാത്താണ് നിങ്ങൾ പറയരുത്. ഇത് വേറെ. അപ്പൊ ഇത് കൺമഷി, ഇതും ഞാൻ എടുത്തിരിക്കുന്നു. ഇഷ്ടപ്പെട്ടു, ഞാൻ എടുത്തു. ഗോപാലൻ, ഇത് മിക്കവാറും മാമൻ എടുക്കും. ഇഷ്ടപ്പെട്ടു, ഞാൻ എടുക്കുന്നു. ഗോപാലൻ, ഇത് മിക്കവാറും അതല്ലെങ്കിലും മാമൻ ചാൻസ്. എന്നിട്ട് തന്തൊക്കെ എന്താ പെണ്ണിന്റെ കച്ചവടാവോ? ഇതിന്റെ ചാർജർ എന്തായാലും ബാപ്പയാണ് കൊടുത്തുവിട്ടതെന്ന് സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഞങ്ങൾ വിശ്വസിച്ച് ഒരുപാടൊന്നും അഭിനയിക്കരുത് പ്ലീസ്. ഞങ്ങൾ എന്തായാലും വിശ്വസിച്ചു. ഈ പെട്ടി കെട്ടി കൊടുത്തു വിട്ടിരിക്കുന്നത് അങ്ങ് ദുബായിൽ നിന്നാണ്. അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് പാക്ക് ചെയ്ത് വെച്ചതാന്ന് നിങ്ങൾ ഇനി ആരും പറയരുത്. എന്റെ കെട്ടിയോൻ എന്നോട് ഇതിന് മാത്രമൊക്കെ സ്നേഹമുണ്ട് എന്നല്ല ഞാൻ അറിഞ്ഞില്ല. എനിക്ക് പറ്റിയ ഷെയ്ഡാണ്. ഇയാളെ കൊണ്ട് എനിക്ക് പറ്റിയ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ് ഇത്. ഞാൻ നോക്കിയെടുത്തതല്ല, ഇതങ്ങ് ദുബായിന്ന് വന്നിട്ടുള്ളതാണ്. ഇനി കാണുന്നവർ എന്തെങ്കിലും മറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ
കച്ചറ ഉണ്ടാക്കുന്ന എന്ത് സാധനം. വീണ്ടും എന്റെ കെട്ടിയോൻ എന്നോട് ചെയ്യാം. പിന്നെ പപ്പ ഇവിടെ ആർക്കാ മോളെ സാധനം കൊണ്ടുവരുള്ളത്? അത് മാമന്റെതാണെന്ന് തോന്നുന്നു. ഊതി വിടുന്ന സാധനം ആ സ്ഥാനത്തായപ്പോഴേക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും കേട്ടാ? എനിക്ക് എന്തോ കേട്ട പോലെ തോന്നി. നമുക്കതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. ആ ഡെയറി മിൽക്ക് എടുക്കുമ്പോൾ ആരോ എന്തോ ഒരു അശരീരി അവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ വൃത്തിക്ക് കേൾക്കണം. എന്താണ് പറഞ്ഞതെന്ന് കേൾക്കണേ. എന്തോ ചാർജ് കുത്തുന്നെന്തോ സാധനം. വീണ്ടും എന്റെ കെട്ടിയോൻ എന്നോട് ചെയ്യാം. പിന്നെ പപ്പ ഇവിടെ ആർക്കാ മോളെ സാധനം കൊണ്ടുവരുള്ളത്? ഇത് ഞാൻ മേടിച്ചതാന്ന് ക്ലിയർ ആയിട്ട് കേട്ടില്ലേ? ഞാൻ കേട്ടു. ഇനി എൻ്റെ ചെവിയുടെ കുഴപ്പമാണോ എന്നറിയാൻ ഞാൻ വീണ്ടും വീണ്ടും കേട്ടു. അല്ല, ഇത് ഞാൻ വാങ്ങിച്ചതാന്ന് പറയുന്നത്. അപ്പം എല്ലാവരും വിശ്വസിച്ചു ഇതൊക്കെ ദുബായിൽ നിന്ന് വന്നതാണ്. അല്ലാണ്ട് ഞാനിത് കെട്ടി പാക്ക് ചെയ്തിട്ട് ദുബായി ആക്കി വിട്ടതല്ല. മനസ്സിലായില്ലേ? ഡെയറി മിൽക്ക് ഞാൻ വാങ്ങിച്ചതാ. കേട്ടല്ല? ആ, അതാണ്. വീണ്ടും എന്റെ കെട്ടിയോൻ എന്നോട് ചെയ്യാം. പിന്നെ പപ്പ ഇവിടെ ആർക്കാ? ആ, ഇത് ഞാൻ വാങ്ങിച്ചതാ. ഇത് എൻ്റെയാണ്. ഇത് എടുക്കരുത്. ആ, ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് ഞാൻ ഇവിടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കെട്ടി വെച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നതല്ല. ഇതങ്ങ് ദുബായിന്ന് വന്നിട്ടുള്ളതാണ്. മോളെ സാധനം കൊണ്ടുവരുന്നത് അത് മാമന്റെതാണെന്ന് തോന്നുന്നു. ഊതി വിടുന്ന സാധനം ആ സ്ഥാനത്തായപ്പോഴേക്ക്. ഇത് ചെയ്യുന്നവർക്കുള്ള സംഭവമാണത്. അപ്പം അത് എന്താ സാധനം എന്ന് നമുക്കറിയില്ല, അവർക്ക് തന്നെ അറിയുള്ളൂ. അപ്പം എന്തോ കൂടിയ ഇനമാണെന്ന് തോന്നുന്നു. അഭിനയിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊക്കെയാണ് പരിപാടികളെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി എന്താ മക്കളെ അടുത്തത്? എടോ, എനിക്ക് ശ്വാസം. സലീമേ, ഇനി വലിക്കുന്ന ഒരു സാധനമല്ല, ഈ സിഗരറ്റ് വലിക്കുന്നതിന് പകരമുള്ള സാധനമാണ്. ഞാനതങ്ങ് വലിച്ചു വിട്ടടോ. അങ്ങ് ഈ ശ്വാസം മുട്ടിയ തലറിഞ്ഞൊക്കെ ചെയ്യുന്നത്. തല കറങ്ങുന്ന വീഡിയോ കട്ടാക്ക്. പുകയടിച്ച് കിളിയിരിക്കുകയാണ്. കഴിക്കണം എന്ന് കൊറേ കാലായി. ശേഷം ഈ സാധനം ഞാൻ കഴിക്കാറില്ല. പിന്നെ പെട്ടി പൊട്ടിച്ചപ്പോ കിട്ടിയത് കുനാഫ ചോക്ലേറ്റ്. കഴിക്കണം എന്ന് കൊറേ കാലായി ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വൈറൽ കുനാഫ, പിസ്താച്ചിയോ എന്താച്ചിയായാലും. അപ്പൊ ഇത് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കതിന് പറ്റിയ സാഹചര്യമല്ല ഗൈസ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പെട്ടി പൊട്ടിച്ചപ്പോൾ കിട്ടിയത്. പിന്നെ ഒരു സ്പ്രേ കിട്ടി. ഒരു ജാതി അഭിനയമായിരുന്നു. അപ്പം എന്തൊക്കെയായാലും ഇത് കാണുന്നവർ പറയരുത് ഇതൊക്കെ ഞാൻ തന്നെ വാങ്ങിച്ചിട്ട് പെട്ടിയിലാക്കിയിട്ട് ആ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ബാഗ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതെന്ന് കാണുന്ന നിങ്ങൾ പറയരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നത്. കേട്ടല്ലോ? ഇനി ആരെങ്കിലും ഇങ്ങനത്തെ കച്ചറത്തരം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവർക്കിടെയൊക്കെ വീട്ടിൽ വന്ന് ഞാൻ ബഹളം ഉണ്ടാക്കും, കച്ചറ ഉണ്ടാക്കും ഞാൻ.